ഭർത്താവിനെ വീട്ടിലാക്കി ബിസിനസ് പാർട്ണറുടെ കൂടെ കറങ്ങാൻ പോയ അനന്യയെ രാത്രി ഏറെ വൈകിയും കാണാഞ്ഞ് അഭി കുറെ തവണ ഫോണിൽ വിളിച്ചു. പക്ഷെ അവൾ ഫോൺ എടുത്തില്ല. എവിടെ പോയി കിടക്കുവാടി നീ? മണി 12 ആവാറായി. ഇതെങ്ങാനും മുത്തച്ഛൻ അറിഞ്ഞാൽ നിന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കും. നീ ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചു തരാം. കോടീശ്വരനായ ഹരിദേവ മേനോൻ തന്റെ കൊച്ചുമകളായ അനന്യയെ ദരിദ്രനും അനാഥനുമായ അഭിനവിന് കല്യാണം കഴിച്ചു കൊടുത്തത് എന്തിന്? കല്യാണം കഴിഞ്ഞ് 3 മാസമായെങ്കിലും അവരൊരിക്കലും ഭാര്യാഭർത്താക്കന്മാരെ പോലെ കഴിഞ്ഞിട്ടില്ല. അനന്യ തന്റെ AC റൂമിലും അഭി വേലക്കാരുടെ മുറിയിലും കഴിഞ്ഞു. ആ കാര്യം പക്ഷെ മുത്തശ്ശൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. എന്തുകൊണ്ടാണ് അത് ഹരിദേവ മേനോൻ അറിയാതെ അഭി രഹസ്യമാക്കിയത്? അഭിക്ക് അനന്യയോട് പ്രത്യേക ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു. എങ്കിലും ശ്രീരാഗ് ഒരു വൃത്തികെട്ടവനാണെന്ന് അവൻ അറിയാമായിരുന്നു. ശ്രീരാഗിന്റെ പിടിയിൽ നിന്നും അനന്യയെ രക്ഷപ്പെടുത്തണമെന്ന് അഭി ആഗ്രഹിച്ചു. പക്ഷെ അനന്യ അഭിയെ മൈൻഡ് പോലും ചെയ്യാറില്ലായിരുന്നു. പെട്ടെന്നാണ് മുത്തശ്ശൻ ഹരിദേവ മേനോന്റെ ശബ്ദം അഭി കേട്ടത്. അവനൊന്ന് ഞെട്ടി. അത് മുത്തശ്ശ, അവൾക്കൊരു ബിസിനസ് മീറ്റ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിന് പോയിരിക്കുക. തീരാൻ വൈകി കാണും. അഭി പെട്ടെന്ന് തോന്നിയ ഒരു കള്ളം പറഞ്ഞു. SR ഗ്രൂപ്പുമായുള്ള മീറ്റ് ഒക്കെ കഴിഞ്ഞതാണല്ലോ, പിന്നെ ഇപ്പോഴേതാ പുതിയ മീറ്റിംഗ്? ഹരിദേവൻ പറഞ്ഞത് കേട്ട് അഭി എന്ത് പറയണമെന്ന് അറിയാതെ നിന്നു. അവളുടെ കൂടെ ആരാ പോയത്? അത് ശ്രീരാഗ്. അഭി മനസ്സില്ലാ മനസ്സോടെ പറഞ്ഞു. ശ്രീരാഗ് ആണെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഹി ഈസ് സച്ച് എ ജെന്റിൽമാൻ. അതും പറഞ്ഞ അയാൾ മുറിയിലേക്ക് പോയി. മുത്തച്ഛന് ശ്രീരാഗിന്റെ തനി സ്വഭാവം അറിയില്ലല്ലോ എന്ന് ഓർത്ത് അഭി നിരാശനായി. അനന്യയുടെ ബിസിനസ് പാർട്ണറായ ശ്രീരാഗിന് പല സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു. അവന് അനന്യയോടും താല്പര്യമുണ്ടായിരുന്നു. അനന്യയെ കല്യാണം കഴിച്ച് അവളുടെ സ്വത്തുക്കൾ സ്വന്തമാക്കാൻ വേണ്ടി അവൻ പല വഴികളും നോക്കിയിരുന്നു. അനന്യയുടെ അമ്മ ഷർമിളയ്ക്ക് അനന്യയെ ശ്രീരാഗിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഇടയിലാണ് അഭിയെയും അനന്യയെയും ഒരു ഹോട്ടൽ റൂമിൽ വെച്ച് ഒരു രാത്രി മുത്തച്ഛൻ കൈയോടെ പിടികൂടിയത്. അതെങ്ങനെ സംഭവിച്ചു? എന്താണ് അതിന് പിന്നിലെ കഥ? ഒരു രാത്രിയിലെ ബന്ധം മാത്രം മതിയായിരുന്നു രണ്ടുപേർക്കും? അല്ലെങ്കിൽ പിന്നെ എന്തിന് കല്യാണം കഴിച്ചിട്ടും അവർ ശത്രുക്കളെ പോലെ ജീവിക്കുന്നു? അറിയാൻ തുടർന്നും കേൾക്കൂ. മുത്തച്ഛൻ തന്റെ മുറിയിലേക്ക് പോയ അടുത്ത സെക്കൻഡിൽ പുറത്തൊരു കാർ വന്നു നിന്ന ശബ്ദം അഭി കേട്ടു. കാറിൽ നിന്നും ഇറങ്ങി അനന്യ ഇത്തിരി കുഴഞ്ഞു മറിഞ്ഞ് നടന്നു വരുന്നത് കണ്ട് അഭിക്ക് ദേഷ്യം വന്നു. അനന്യ എത്ര സമയമായെന്നറിയോ? ശരിക്കും നിങ്ങൾ എങ്ങോട്ടാ പോയത്? നീ കുടിച്ചിട്ടുണ്ടോ? അവനവിടെ ആ ശ്രീരാഗ്. അഭി ദേഷ്യത്തോടെ ചോദിച്ചിട്ടും അവൾ ഒന്നും പറയാതെ അവിടെ തന്നെ നിന്നു. മുത്തശ്ശൻ ഇപ്പൊ നിന്റെ കാര്യം ചോദിച്ചതേ ഉള്ളൂ. ഞാനുള്ള സത്യം അങ്ങ് തുറന്നു പറയട്ടെ. അനന്യ ഇപ്പോഴും ഉത്തരമൊന്നും പറഞ്ഞില്ല. പെട്ടെന്ന് അഭിനവ് പുറത്തിറങ്ങി ഗേറ്റിനരികിലേക്ക് നോക്കി. അവൻ ശ്രീരാഗിന്റെ കാർ തിരയുകയായിരുന്നു. പക്ഷെ അപ്പോഴേക്കും അയാളുടെ കാർ അവിടെ നിന്ന് പോയിരുന്നു. എന്താ നിന്റെ പ്രശ്നം? ഇവിടെ കിടന്ന് കുറെ നേരമായല്ലോ ഷോ കാണിക്കാൻ തുടങ്ങിയിട്ട്. അവനെവിടെ? ആ നായ. എനിക്ക് അവനെയാ കാണേണ്ടത്. അഭി ദേഷ്യത്തോടെ പറഞ്ഞു. അത് കേട്ട് അനന്യയുടെ മുഖം ചുവന്നു. അവനെ ചീത്ത വിളിക്കാൻ നീ ആരാ? എന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ വരരുതെന്ന് നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മനഃപൂർവ്വം തന്നെയാണ് അവനെ നായ എന്ന് വിളിച്ചത്. ഏതെങ്കിലും ഒരു മാന്യൻ മറ്റൊരാളുടെ ഭാര്യയുടെ കൂടെ ഡേറ്റിംഗിന് പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ചെയ്ത അവനെ പിന്നെ എന്ത് വിളിക്കണം? അഭിനവിന്റെ വാക്കുകൾ കേട്ട് അനന്യ ഒരു ദീർഘനിശ്വാസം എടുത്തു. ഞാൻ നിന്റെ ഭാര്യയല്ല അഭിനവ്. ഈ ബന്ധം ഒരിക്കലും ഞാൻ അംഗീകരിക്കാൻ പോകുന്നില്ല. ഇത്രയൊക്കെ ആയിട്ടും നിനക്കെന്നെ മനസ്സിലാവുന്നില്ലേ? ദയവായി അവനെ വീണ്ടും വീണ്ടും നായെന്ന് വിളിക്കുന്ന നിർത്ത്. ഐ ജസ്റ്റ് ഹേറ്റ് ദാറ്റ് വേർഡ്. ഇത്രയും പറഞ്ഞ് അനന്യ ലിവിംഗ് റൂമിലേക്ക് നടന്നു. അഭിനവും അവളുടെ പിന്നാലെ ചെന്നു. ശ്രീരാഗിനോട് അഭിനവിന് തോന്നിയ ദേഷ്യം അപ്പോഴും ശമിച്ചിരുന്നില്ല. അനന്യ തന്റെ മുറിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അഭിനവ് അവളെ തടഞ്ഞു നിർത്തി. അനന്യ, ലിസൺ ടു മീ. നീ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നിയമപരമായി നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണ്. നിന്റെ കയ്യിൽ ഒരു വെഡിംഗ് റിംഗ് പോലും ഇല്ല എന്നായിരുന്നല്ലോ അവന്റെ കണ്ടുപിടുത്തം. ഇനി അതില്ലാത്തതിന്റെ പേരിൽ അവൻ നിന്നെ ഇനി വിളിക്കണം. നാളെ തന്നെ ഞാൻ നിനക്കൊരു റിംഗ് വാങ്ങിത്തരാം. അഭി പറഞ്ഞു. ഇത് കേട്ടതും മുറിയിൽ കയറാൻ തുടങ്ങിയ അനന്യ തിരിഞ്ഞ് അഭിനവിനെ നോക്കി. പെട്ടെന്ന് അവളുടെ മുഖത്ത് പുച്ഛത്തോടെയുള്ള ഒരു ചിരി വിരിഞ്ഞു. സീരിയസ്ലി? ഞാനൊരു ഡയമണ്ട് മോതിരം വേണമെന്ന് പറഞ്ഞാ നീ എന്ത് ചെയ്യും? നിന്നെ പോലെ ജോലിയും കൂലിയും ഇല്ലാത്ത ഒരാൾ എങ്ങനെയാ എനിക്ക് ഡയമണ്ട് മോതിരം വാങ്ങി തരുന്നത്? മോഷ്ടിക്കോ? അനന്യയുടെ വാക്കിലെ പരിഹാസം അഭിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. നിനക്ക് നിന്റെ ഫാമിലി മെമ്പേഴ്സിനും ആളുകളോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ല. കുറേയായി ഞാനത് സഹിക്കുന്നു. മോഷ്ടിക്കാതെ എനിക്ക് നിനക്കൊരു റിംഗ് പോലും വാങ്ങിത്തരാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അത്രത്തോളം യൂസ്ലെസ് ആണ് ഞാനൊന്നും നീ കരുതിയോ? ഇത് കേട്ടതും അനന്യ പൊട്ടിച്ചിരിച്ചു. നീ നല്ല തമാശക്കാരനാണെന്ന് എനിക്കറിയാം. എന്ന് വെച്ച് ഇത്രയും വലിയ തമാശയൊന്നും പറഞ്ഞാളല്ലേ. യൂസ്ലെസ് അല്ലെന്ന് നിന്നെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ഒരു കാര്യം പറയാവോ? ഒന്നുമില്ലല്ലോ. അങ്ങനെയുള്ള ഒന്നിനും കൊള്ളാത്തവരെ വിളിക്കുന്ന പേരാണ് യൂസ്ലെസ്. സോ നിന്നെ പോലെയുള്ള ഒരാളെ തലയിൽ ചുമക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. നാളെ തന്നെ നമ്മുടെ ഡിവോഴ്സിന്റെ കാര്യം ഞാൻ അച്ഛനോട് സംസാരിക്കും. ഇത് കേട്ടതും അഭിനവ് എന്ത് വേണമെന്ന് അറിയാതെ നിന്നു. അനന്യ ഡിവോഴ്സിന് ശ്രമിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന അപകടത്തെപ്പറ്റി ഓർത്ത് അഭിക്ക് ആശങ്ക തോന്നി. ഇഷ്ടമില്ലെങ്കിൽ പിന്നെ അഭി അനന്യയെ ഡിവോഴ്സ് ചെയ്യാതിരിക്കുന്നത് എന്തിനാണ്? സത്യത്തിൽ കുറച്ചു കാലം കൊണ്ട് തന്നെ അഭിക്ക് അവൻ അറിയാതെ അനന്യയോട് കുറച്ച് ഇഷ്ടമൊക്കെ തോന്നിയിരുന്നു. അനന്യ പെട്ടെന്ന് ഡിവോഴ്സ് എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ അഭിയുടെ മനസ്സ് അസ്വസ്ഥമായി. ഈ ഡിവോഴ്സ് എന്ന് പറയുന്ന സാധനം നീ ഒറ്റയ്ക്ക് അങ്ങ് ഓടിച്ചെന്നാ കിട്ടില്ല. അതിന് ഞാൻ കൂടി മനസ്സ് വെക്കണം. നീ നിന്നെ കൊണ്ട് കഴിയുന്ന എന്ത് വേണമെങ്കിലും ചെയ്തു. പക്ഷെ ഈ കാര്യം നിന്റെ മനസ്സിലിരിക്കട്ടെ. നമ്മൾ തമ്മിൽ പിരിയുന്ന ദിവസം ഉടനെ വരും. അത്രയും പറഞ്ഞുകൊണ്ട് അനന്യ അവളുടെ മുറിയിലേക്ക് കയറിപ്പോയി. അഭി നിരാശയോടെ ജോലിക്കാർ താമസിക്കുന്ന റൂമിലേക്ക് പോയി. ജോലിക്കാരുടെ കൂടെ മറ്റൊരു ബെഡിൽ കിടന്നുകൊണ്ട് അവൻ ആലോചിച്ചു. എവിടെ ചെന്നാലും അവഗണന, എന്ത് ചെയ്താലും ഒന്നിനും കൊള്ളാത്തവനെന്ന പേര്, ആളുകൾ എന്നെ അപമാനിക്കാനായി മത്സരിക്കുന്നത് പോലെ. ഞാൻ എന്തെങ്കിലുമൊക്കെ ആവുന്നത് എന്ത് വില
കൊടുത്തും തടയണമെന്ന് സമൂഹം ചിന്തിക്കുന്നത് പോലെ മറ്റൊരാൾ നശിച്ചു കാണുമെന്ന് ഞാൻ ചിന്തിക്കാറില്ലല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ് തനിക്ക് ചുറ്റുമുള്ളവരെല്ലാം ഇങ്ങനെ ചിന്തിക്കുന്നത്? ഓരോന്ന് ആലോചിച്ച് അഭി കിടന്നു. പിറ്റേന്ന് രാവിലെ അഭിനവ് എങ്ങോട്ടേക്ക് പോകാനായി ഒരുങ്ങി വന്നു. സർക്കാർ ഉദ്യോഗസ്ഥൻ രാവിലെ തന്നെ ജോലിക്ക് പോകുമായിരിക്കും അല്ലേ? അമ്മായിയമ്മ ഷർമിളയുടെ ചോദ്യം കേട്ട് അഭിക്ക് ദേഷ്യം വന്നു. എങ്കിലും അവനൊന്നും മറുത്തു പറഞ്ഞില്ല. എന്താടാ നിനക്ക് നാക്കില്ലേ? എങ്ങോട്ടാ രാവിലെ ഒരുങ്ങിക്കെട്ടി? ഇവിടെ അടുക്കളയിൽ ജോലിയുണ്ടെന്ന് നിനക്ക് അറിയില്ലേ? എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോണം. അത് കഴിഞ്ഞ് വന്നിട്ട് ജോലിയൊക്കെ തീർത്തോളാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് മതി നിന്റെ ഊരുതണ്ടല്. ഷർമിളയുടെ വാക്കുകൾ കേട്ട് അഭിക്ക് കൈ തരിച്ചു വന്നു. അതിനേക്കാളും വലിയ കാര്യത്തിനാണ് ഞാൻ പോകുന്നത്. തൽക്കാലം നിങ്ങൾ തന്നെ അടുക്കളയിൽ കയറി വല്ലതും കഴിക്കാൻ ഉണ്ടാക്കി വെക്കും. അപ്പോഴേക്കും ഞാൻ വരാം. കയ്യിലെ വളയൊന്നും ഊരി പോകില്ല. ഇനി അഥവാ ഊരി പോയാൽ തന്നെ ഞാൻ പുതിയത് വാങ്ങിത്തരാം. അതും പറഞ്ഞ് അഭി അവിടെ നിന്നും നടന്നു. അഭിയുടെ വാക്കുകൾ കേട്ട് ദേഷ്യം അടക്കാനാകാതെ ഷർമിള നിന്നു. നീ പോയിട്ട് വാടാ. നിന്റെ സ്ഥാനം അപ്പോഴേക്കും തെരുവ് പട്ടികളുടെ കൂടെ ആക്കാൻ എനിക്ക് അധികം സമയം വേണ്ട. നീ കണ്ടോ? അവിടെ നിന്നും അഭി നേരെ പോയത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ലേലം നടക്കുന്ന സ്ഥലത്തേക്കായിരുന്നു. വെറുമൊരു ദരിദ്രനായ അവന് അവിടെ എന്താണ് കാര്യം? അന്നത്തെ ലേലത്തിന് വന്ന സിറ്റിയിലെ പ്രമുഖ ബിസിനസ്സുകാരുടെ ഇടയിലെ താരം കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കോടീശ്വരിയായ അലീനയായിരുന്നു. അവളുടെ പണത്തിനും പവറിനും മുൻപിൽ പ്രമുഖർ പോലും മുട്ടുമടക്കിയിരുന്നു. നമ്മുടെ അടുത്ത ഇനം അപൂർവവും മനോഹരവുമായ ഒരു ഡയമണ്ട് നെക്ലസ് ആണ്. ഇത് പണ്ട് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്നതാണ്. ഇതിന് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട്. ഇതിന്റെ ബിഡ് 10 കോടിയിൽ നിന്നും ആരംഭിക്കുന്നു. 10 കോടി? പെട്ടെന്ന് അലീന ആളുകളുടെ ഇടയിൽ നിന്നും കൈ ഉയർത്തി പറഞ്ഞു. അതിസുന്ദരിയായ അവളെ എല്ലാവരും ആരാധനയോടെയും അസൂയയോടെയും നോക്കി. മിസ് അലീന, 10 കോടി രൂപ. മറ്റാരെങ്കിലും ഉണ്ടോ? അയാളുടെ ചോദ്യത്തിന് ആരും മറുപടി പറഞ്ഞില്ല. എല്ലാവരും അലീനയെ ഭയപ്പെട്ടിരുന്നു. അലീന എന്തിലെങ്കിലും കണ്ണുവെച്ചാൽ പിന്നെ ആരും അത് സ്വന്തമാക്കാൻ ശ്രമിക്കാറില്ല. 12 കോടി. പെട്ടെന്ന് പിന്നിൽ നിന്നൊരാൾ പറഞ്ഞു. ഇത് കേട്ടതും അലീന പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അത് അഭിനവായിരുന്നു. ലേലത്തിൽ പങ്കെടുക്കാൻ വന്ന മറ്റാളുകൾ അഭിനവിനെ സംശയത്തോടെ നോക്കി. അപ്പോഴാണ് ശ്രീരാഗ് അവനെ കണ്ടത്. അഭിനവ്, നീയോ? എടാ ദരിദ്രവാസി, നീ ഇത് എന്ത് കോമഡിയാണ് ഇവിടെ കാണിക്കുന്നത്? നിന്റെ കയ്യിലെ 100 രൂപ കൊണ്ട് ഇവിടെ ഒരു ചായ പോലും കിട്ടില്ല. ശ്രീരാഗ് പറഞ്ഞത് കേട്ട് എല്ലാവരും അഭിയെ നോക്കി പരിഹസിച്ച് ചിരിച്ചു. ഭാര്യ വീട്ടിൽ വേലക്കാരനായി കഴിയുന്നവനാ ഈ നാറി. ഇവൻ നമ്മുടെ എല്ലാവരുടെയും സമയം മെനക്കെടുത്താൻ വേണ്ടി വന്ന. ഇവന്റെ കയ്യിൽ 5 പൈസ കാണില്ല. ശ്രീരാഗ് അലീനയെ നോക്കി പറഞ്ഞു. അവൻ കളിക്കട്ടെ. എത്ര വരെ പോവെന്ന് എനിക്കൊന്ന് കാണണം. 15 കോടി. അലീന പറഞ്ഞത് കേട്ട് ശ്രീരാഗ് ഞെട്ടി. അവൻ അഭിയെ തുറച്ചു നോക്കി. 16 കോടി. 20 കോടി. 21 കോടി. അലീന വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ അഭി വിളിച്ചു. ഒടുവിൽ അലീന 40 കോടിയിൽ എത്തിയതും അഭി 50 കോടിയാക്കി വിളിച്ചു. അത്രയും ആയപ്പോൾ തന്നെ അലീനയുടെ സകല ക്ഷമയും നശിച്ചു. അലീന അവിടെ നിന്നും പോകാനായി ഒരുങ്ങി. ശ്രമിച്ചു നോക്കിയാൽ അലീനയ്ക്ക് ആ മാല വാങ്ങാൻ കഴിയുമായിരുന്നു. പക്ഷേ എന്തോ ഒരു ചിന്ത അവളെ പിറകോട്ട് വലിച്ചു. മിസ് അലീന. അഭി അവളെ പുറകിൽ നിന്നും വിളിച്ചു. അവന്റെ കയ്യിൽ ലേലം വിളിച്ചെടുത്ത നെക്ലേസ് ഉണ്ടായിരുന്നു. അത് കണ്ട് ശ്രീരാഗ് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയായിരുന്നു. വെറും ഒരു ദരിദ്രവാസി എങ്ങനെയാ നെക്ലേസ് വാങ്ങി? അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സോറി മിസ് അലീന, എനിക്കറിയാം ഈ നെക്ലസ് നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. പക്ഷെ എന്ത് ചെയ്യാം, എനിക്കിത് കിട്ടിയേ പറ്റൂ. എന്റെ ഭാര്യയ്ക്ക് ഇത് ഞാൻ ഗിഫ്റ്റ് ചെയ്യാൻ പോകും. പിന്നെ ഞാൻ അവൾക്കൊരു ഡയമണ്ട് റിംഗും കൊടുക്കാൻ പോകും, ഞങ്ങളുടെ വിവാഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട്. എന്നും പറഞ്ഞ് അഭി ശ്രീരാഗിനെ ദേഷ്യത്തോടെ നോക്കി. അഭിയുടെ നോട്ടം കണ്ടപ്പോൾ അവൻ ചൂളിപ്പോയി. അലീന അഭിയെ ദേഷ്യത്തോടെ നോക്കി. എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. എന്നോട് സംസാരിക്കാനൊക്കെ നീ വളർന്നോ? ഇത് കേട്ടതും അഭിനവിന്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. മിസ് അലീന ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ നിന്റെ ഭംഗി കൂടുന്നത്. അലീനയുടെ ദേഷ്യം കാണാൻ ഒരു പ്രത്യേക ചന്തമൊക്കെയുണ്ട്. പറയുന്നത് പോലെ നമ്മൾ പരിചയപ്പെട്ടില്ലല്ലോ. എന്റെ പേര് അഭിനവ് രജപുത്ര എന്ന് പറഞ്ഞവൻ കൈനീട്ടി. അലീന ഒരു നിമിഷം അവനെ നോക്കിക്കൊണ്ട് നിന്നു. പിന്നെ അവനെ മൈൻഡ് ചെയ്യാതെ എൻട്രൻസ് ഡോറിലൂടെ പുറത്തേക്ക് കടന്നു. പെട്ടെന്ന് അലീനയുടെ കയ്യിൽ പിടിച്ച് അഭി അവളെ തന്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. അഭിയുടെ ഇത്തരത്തിലുള്ള ഒരു നീക്കം അലീന ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. വിടടാ, നീ ആരോടാ കളിക്കുന്നതെന്ന് നിനക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. നിന്റെ ദേഹത്ത് കൈവച്ചാ ആ കൈ ഞാൻ വെട്ടാറാ പതിവ്. അവൾ അലറിക്കൊണ്ട് കുതറി മാറാൻ ശ്രമിച്ചു. മാഫിയ കിങ്ങിന്റെ പെൺപുലിക്ക് എന്നെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും എന്ന് ഞാൻ വെറുതെ ചിന്തിച്ചു. എന്നാലും എന്റെ നന്ദു, ഞാൻ ഇങ്ങനെ നിന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് നിനക്കെന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ. ഇറ്റ്സ് മീ, യുവർ ടൈഗർ. അഭി അവളുടെ ചെവിയിൽ പതിയെ പറഞ്ഞു. അത് കേട്ടതും അവൾ പരിഭ്രമത്തോടെ അവന്റെ മോതിരം നോക്കി. അതിൽ ടി എന്ന അക്ഷരം അടയാളപ്പെടുത്തിയിരിക്കുന്നത് കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. അഭി നീയാണോ ഇത്? അതൊക്കെ ഞാനാണ് ടൈഗർ എന്നുള്ളത് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. അതിനുള്ള സമയമായിട്ടില്ല. അത് കേട്ടതും അലീന അഭിയെ കെട്ടിപ്പിടിച്ചു. അത് കണ്ട ശ്രീരാഗ് ഞെട്ടലോടെ നിന്നു. ഇവനാണോ ടൈഗർ? ഇവൻ പിന്നെ എന്തിനാ അനന്യയുടെ ഭർത്താവായിട്ട് വെറും ഒരു ദരിദ്രവാസി പോലെ നാടകം കളിക്കണം? അപ്പോ സഞ്ജയ് രജപുത്ര ഇവന്റെ അച്ഛനാണോ? ദൈവമേ, അങ്ങനെയാണെങ്കിൽ എന്റെ കാര്യത്തിനൊരു തീരുമാനമായി. ശ്രീരാഗിനൊന്നും വിശ്വസിക്കാനായില്ല. ആരാണ് ടൈഗർ? ആരാണ് അഭിയുടെ അച്ഛൻ സഞ്ജയ് രജപുത്ര? അവന്റെ പേര് കേട്ട് ശ്രീരാഗ് ഞെട്ടിയത് എന്തിനാണ്? കോടീശ്വരനായ അഭിനവ് ഒരു സാധാരണക്കാരനെ പോലെ അഭിനയിക്കുകയായിരുന്നു. പക്ഷെ എന്തിന്? അലീന അവന്റെ ആരാണ്? ത്രില്ലടിപ്പിക്കുന്ന ഈ കഥയുടെ ബാക്കി അറിയാൻ ദ റിട്ടേൺ ഓഫ് ടൈഗർ കേൾക്കൂ പോക്കറ്റ് FM-ൽ തികച്ചും സൗജന്യമായി. ഡൗൺലോഡ് ദ ആപ്പ് നൗ.